ഇവിടെന്താണ് അങ്ങേക്ക് ജോലി? അത് ശിവാനി റൂമിൽ തന്നെ ഉണ്ടോന്ന് നോക്കാൻ പോയതാ. എക്സ്ക്യൂസ് മീ, തനിക്ക് കോമൺ സെൻസ് അല്ലേ? ഒരു പെണ്ണിന്റെ മുറിയില് അവളുടെ ഭർത്താവ് പോലും ഇല്ലാത്ത സമയത്ത് അർദ്ധരാത്രി ഒളിഞ്ഞു നോക്കിക്കൊണ്ടാണ് അവൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കുന്നത്. നീ പോലീസാണോ അതോ സെക്യൂരിറ്റി ഗാർഡാണോ? ലുക്ക് മിസ്റ്റർ, വരൂ, എനിക്കൊന്ന് സംസാരിക്കണം. നിങ്ങൾ കാരണം അറിയാതെ. ഷട്ട് അപ്പ്. തന്നോട് എനിക്ക് സംസാരിക്കണം. വാ. ശിവാനി, എഴുന്നേൽക്ക് ശിവാനി. എവിടെ എടുത്തിട്ട് പോകുന്നത്? അമ്മാവൻ പറഞ്ഞത് എന്തോ എനിക്ക് ഓർമ്മയിൽ വരുന്നതാണെങ്കിൽ മറ്റെന്തോ കാര്യം. എന്താ നടക്കുന്നേ? ഞാൻ ശരിക്കും നാടക നടി ശൈലു തന്നെയാണോ? എനിക്ക് ആകെ അറിയാവുന്നത് അത് മാത്രം. അതല്ലാതെ വേറെന്തെങ്കിലും സത്യം ഉണ്ടാവോ? എന്താ ഇവിടെ സംഭവിച്ചത്? ആക്ച്വലി എന്താണ് തന്റെ ജോലി? അർദ്ധരാത്രി ചെന്ന് പെണ്ണുങ്ങൾ കിടക്കുന്ന മുറിയില് ഡോർ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യലാണോ? നോക്കൂ മിസ്റ്റർ ധനഞ്ജയ്, നിങ്ങൾ എന്നെ പറ്റി വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. റൂമിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടു, അതെന്താ നോക്കാൻ വേണ്ടി പോയതാണ്, അത്രേ ഉള്ളൂ. മിസ്റ്റർ അബയ്, ഞാനും ഈ വീട്ടിൽ തന്നെ ഉള്ളതാണ്. ഞാൻ കേൾക്കാത്ത അങ്ങനെ ഒരു ശബ്ദം നിങ്ങൾ മാത്രം എങ്ങനെ കേൾക്കുന്നേ? കേൾക്കും, ശരിക്ക് കേൾക്കും. നിങ്ങളോട് അന്നേ പറഞ്ഞല്ലേ ഞാൻ, നിങ്ങൾക്ക് ചെവി കേൾക്കില്ലെന്ന്, ബോംബുകളെ പോലെ. നോക്ക്, നിങ്ങളുടെ ജോലി എന്ത് തന്നെയായാലും അത് പകൽ സമയത്ത് മാത്രം മതി. അതല്ലാതെ വെറുതെ എല്ലാരും ഉറങ്ങുന്ന സമയത്ത് ഇവിടെ പെണ്ണുങ്ങൾ മാത്രം കിടന്നുറങ്ങുന്ന റൂമിൽ ചെന്ന് എത്തി നോക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല, സംസ്കാരമല്ല. അത് മാത്രമല്ല, അവളുടെ ഭർത്താവാണെങ്കിൽ വീട്ടിലില്ലതാനും. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നിങ്ങൾ ഈ പണി ചെയ്താ? മിസ്റ്റർ ധനഞ്ജയ്, ഞാൻ അവരോടുള്ള കൺസേൺ കാരണം പോയി നോക്കിയതാ, അത്ര തന്നെ. നിങ്ങൾ ഇതൊരു വലിയ കാര്യമായിട്ട് കാണുകയാണ്. എക്സ്ക്യൂസ് മീ, അതാണ് സത്യമെങ്കിൽ അവര് കിടക്കുന്ന റൂമിൽ ആദ്യം നോക്ക് ചെയ്യുക ചെയ്യണ്ടേ. അന്നേരം അവള് തുറന്നാൽ തനിക്ക് വേണമെങ്കിൽ സംസാരിക്കാം. അതല്ലാതെ നീ തന്നെ ഡോർ ഓപ്പൺ ചെയ്ത് അകത്ത് കയറുന്നത് ഒട്ടും നല്ലതല്ല. ഒരു ഗവൺമെന്റ് ഓഫീസറായ തനിക്ക് മാനേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. വലിയ ഓഫീസർ ആയതുകൊണ്ട് മാനേഴ്സ് കാണിക്കണ്ടെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ താൻ വലിയ ഓഫീസർ ആയതുകൊണ്ട് എന്ത് ചെയ്യാന്നാണോ? മിസ്റ്റർ ധനഞ്ജയ്, നിങ്ങളോട് എത്ര തവണ പറയണം, മുറിയിൽ നിന്ന് എന്തോ ശബ്ദം വന്നു, അത് നോക്കാനാണ് ഞാൻ പോയതെന്ന്. എന്തിനാണ് താൻ അത് തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞോണ്ടിരിക്കുന്നേ? തന്നെ പോലെ ഒരുത്തനെ വീട്ടിൽ കയറ്റി തന്നെ തെറ്റായിപ്പോയി. പോ, നോക്ക്, നാണില്ലാതെ ഓരോന്ന് ചെയ്തിട്ട്. ഇവൻ എന്തിനാണ് ശിവാനിയുടെ മുറിയിൽ ഒരു കള്ളനെ പോലെ കയറാൻ ശ്രമിച്ചത്? ഇനി ഇവൻ ആരായിരിക്കും? ഇവൻ ശരിക്കും ഒരു പോലീസ് ഓഫീസർ തന്നെയാണോ? കാരണം പോലീസ് ഓഫീസറായ ഒരാൾ ഇങ്ങനെ മാനേഴ്സ് ഇല്ലാതെ പെരുമാറില്ല. എവിടെ എടുത്തിട്ട് പോകുന്നത്? ദൈവമേ, എല്ലാവരുടെയും ജന്മവും ജീവിതമൊക്കെ നീയാണ് തരുന്നെന്നാ പറയാറ്. ആ ജീവിതം നല്ല രീതിയിൽ തന്നെ ജീവിക്കുക എന്നുള്ളത് നീ ഞങ്ങൾക്ക് തരുന്ന ഉത്തരവാദിത്വമാണ്. പക്ഷെ അത് നിറവേറ്റാനായിട്ട് എന്താ ഇത്രയും തടസ്സങ്ങൾ വരുന്നത്? അല്ല, ഞാൻ ആരാണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും ഞാൻ ആരാ? വെറും ഒരു നാടക നടിയായ ശൈലുവാണെന്ന് മാത്രമേ എനിക്ക് അറിയാവൂ. അത് മാത്രമാണ് എന്റെ ഓർമ്മയിലുള്ളതും. അപ്പൊ പിന്നെ ശിവാനി ആരാണ്? എന്തുകൊണ്ടാണ് തൃശ്ശൂരിലെ ഞാൻ ഇങ്ങനെ സ്നേഹിക്കുന്നത്? ഇടയ്ക്കിടയ്ക്ക് എന്റെ സ്വപ്നത്തിൽ വരുന്ന അസ്പഷ്ടമായ മുഖങ്ങൾ ആരുടെയൊക്കെയാണ്? എന്റെ വയറ്റിലുള്ള ഈ കുഞ്ഞാരുടേതാണ്? പറയൂ ദൈവമേ, എനിക്ക് ഉത്തരം തരൂ. ശൈലു, 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 എവിടെ പോയി ഇവള്? ശൈലു, ഈ ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടത് അങ്ങയുടെ അനുഗ്രഹം മാത്രമാണ്. എന്നാ എനിക്ക് വേണ്ടത് ഒരേ ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ്.
ഞാൻ ആരാണ് ദൈവമേ? എന്താണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എനിക്ക് ഉത്തരം തരൂ. ഇപ്പൊ ഇവിടെ ഞാൻ അങ്ങയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നതും അതേ കാരണത്താൽ തന്നെയാണ്. പറയൂ, എനിക്ക് ഉത്തരം കിട്ടിയേ പറ്റൂ. ഓരോ ജീവിക്കും ഓരോരോ ജീവിത ലക്ഷ്യം ഉണ്ടാവും. അത് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് അത് ജീവിക്കുന്നതെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. പക്ഷെ ഞാൻ ആരാണെന്ന് പോലും അറിയില്ല. പിന്നെ എന്റെ ജീവിത ലക്ഷ്യം എങ്ങനെ അറിയാനാണ്? ഇല്ല ദൈവമേ, എനിക്ക് ഇങ്ങനെ ഒരു ജീവിതത്തിന്റെ ആവശ്യമുണ്ടോ? പ്രണയം എന്താണെന്നുള്ളത് എനിക്ക് അറിയാൻ പോലുമില്ല. പക്ഷെ എനിക്ക് പ്രണയം കിട്ടി. കല്യാണം കഴിക്കണമെന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷെ എന്റെ കഴുത്തിലും താലി വീണു. അവനെ എന്റെ ഭർത്താവായി സ്വീകരിക്കുമ്പോഴാണ് എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് അറിയുന്നത്. ഇത്രയും നാളും ഈ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള ഉത്തരവും തേടി എത്ര നാളാണ് കഴിഞ്ഞതെന്നറിയോ? വേണ്ട, ഇങ്ങനൊരു ജീവിതം എനിക്ക് വേണ്ട. ഇതിലും നല്ലത് മരിക്കുന്നത് തന്നെയല്ലേ? അതെ, അതാ നല്ലത്. അത് തന്നെയാണ് ശരി ദൈവമേ. എന്നോട് ക്ഷമിക്കണം തൃശൂൽ. ഞാനും നമ്മുടെ കുഞ്ഞും നിന്നോട് പറയാതെ പോവാണ്. എന്നോട് നീ ക്ഷമിക്കണം. ഈ ഷൈലു എന്ന് പറഞ്ഞ സ്റ്റൈൽ എന്ന് പറഞ്ഞ ഷൈലു. നിന്നെ ഞാൻ നിന്നെ കാണാൻ എന്നെ പോലെ തന്നെ ഉണ്ടല്ലോ. നിന്റെ ഡ്രസ് പോലും എങ്ങനെ നമ്മുടെ ഡ്രസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത്? അല്ല, ഇതെന്ത് മായാജാലോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ.
ഇതൊക്കെ ആരാ? രാക്ഷസന്മാര് പോലെ ഉണ്ടല്ലോ. അവരെന്തോ അപ്പോ ഇവിടെ എന്തോ പ്രശ്നമുണ്ടല്ലേ? അയ്യോ, വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. അമ്മാവ, അമ്മായി, ഷൈലു, ഷൈലു, എന്താ മോളെ പറ്റിയേ? എന്റെ ഈശ്വര, അയ്യോ, ഒരു രക്തം ഒഴുകുന്നുണ്ടല്ലോ. ഞാൻ തന്നെയാണോ ശിവാനി? എന്റെ ഭോലേനാഥ, ഹേ മഹേശ്വര, എന്റെ മഹാബലാശ്വര, ഹേ നാഗലോക ഭൂമണ്ഡലം ഭരിക്കുന്ന മഹാദേവ, സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തുന്നവനെ, ഹേ മഹേശ്വര, ഹേ ശനീശ്വര, അവസാനം അവളാണിവൾ, ഇവളാണ് അവളെന്ന് എല്ലാ സത്യവും സത്യദർശനം നടത്തുന്നു. സോമനാഥ ചന്ദ്ര ചൂടേശ്വര, പാഹിമാം, മഹാപാഹിമാം. അവൾക്ക് അവൾ ആരാണ് എന്ന് അറിവുണ്ടായതുപോലെ അവൻ ആരാണെന്ന് അവൻ അറിവുണ്ടാക്കൂ. അവന്റെ ആളുകൾ ആരാണ് എന്ന് അവന് മനസ്സിലാക്കി കൊടുക്കൂ. ഹേ മഹേശ്വര, ഹേ ഉമാമഹേശ്വര, അവൾക്ക് അവളുടെ മൂലസ്വരൂപം കാട്ടിക്കൊടുക്കൂ. അതേപോലെ അവർക്ക് പൂർവജന്മ രഹസ്യവും അറിയിച്ചു കൊടുക്കൂ. എല്ലാം അറിഞ്ഞാൽ എല്ലാം നേടുവാൻ അവരെ സഹായിക്കാം. ഹേ ഭോലേനാഥ, രക്ഷിക്കൂ. കരാള അമാവാസിക്ക് മുന്നേ ഘോര അമാവാസി ഉണ്ടാവും. നാഗലോക സംകുലം തന്നെ കാത്തിരിക്കുന്നു. നാഗലോകം മുഴുവൻ കാത്തിരിക്കുന്നു. എല്ലാവരെയും ആശീർവദിച്ച് എല്ലാവരെയും രക്ഷിക്കൂ. അവൾക്കെല്ലാം മനസ്സിലായതുപോലെ അനുഗ്രഹിക്കൂ. നീ അവനെ അനുഗ്രഹിക്കൂ. അവനെല്ലാം ഓർമ്മ വരുത്തൂ. നാഗമാണിക്യം സ്വന്തം ദേശത്തേക്ക് കൊണ്ടുപോകാൻ അവരെ അനുഗ്രഹിക്കൂ. എല്ലാം ഓർമ്മ വരുത്തൂ. എന്റെ ജീവിതത്തിലും ഇങ്ങനൊരു സംഭവം നടന്നിരുന്നോ? ഞാൻ കാരണം ആ പെൺകുട്ടിയുടെ ജീവൻ പോയിന്നോ? പാവം, അവളെ കൊന്നു കളഞ്ഞല്ലോ. എന്റെ ദൈവമേ, എന്റെ ഈ ജീവിതത്തിൽ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകാൻ എന്താണ് കാരണം? അല്ല, ഞാൻ അവളായതിന് എന്താണ് കാരണം?
എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ മാറാനുള്ള കാരണം എന്താണ്? എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യവും ഉദ്ദേശവും എന്താണ് ദൈവമേ? എനിക്കതിനുള്ള മറുപടി തരൂ ദൈവമേ. ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ. എന്താണിത്? മുറിയെല്ലാം ഗ്രീൻ കളർ ആയിരിക്കുന്നു. ഈ വെളിച്ചം ഇടുന്നു വന്നു. അപ്പൊ ഞാൻ ശൈലുവല്ല, ഞാനാണ് ശിവാനി, നാഗലോകത്തിന്റെ ശിവാനി. ആദിശേഷന്റെ പ്രിയപ്പെട്ടവളായ ശിവാനി, ഈ ലോകത്തെ തൃശൂലിന്റെ ഭാര്യയായ ശിവാനി. ആദിശേഷന് വേണ്ടിയും നാഗമാണിക്യത്തിന് വേണ്ടിയും ഈ ലോകത്തേക്ക് വന്ന ശിവാനി. മറുപടി കിട്ടി എനിക്ക്. എന്റെ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി കിട്ടി. ഞാൻ ആരാണെന്നുള്ളതിന് എനിക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഇതെന്താണിത്? ഇന്ന് ആകാശമെല്ലാം മറ്റൊരു രീതിയിലാണല്ലോ. ആകാശം വെറുതെ ഉള്ളപ്പോൾ നീലനിറം, മേഘങ്ങളുള്ളപ്പോൾ കറുപ്പ്. എന്നാൽ ഇന്ന് പച്ച നിറത്തിൽ കാണുന്നു. മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നുന്നു. ഈ അനുഭവം മുൻപെനിക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ. ഞാൻ സ്വർഗത്തിലെത്തിയ പോലെ എനിക്ക് തോന്നിയത്. ഈ അനുഭൂതി എനിക്ക് എന്നാണ് തോന്നിയത്? എന്തുകൊണ്ട് എനിക്ക് ഇത്രയും സന്തോഷം തോന്നുന്നത്? പുതുമഴ പെയ്യുമ്പോഴുള്ള മയിലിന്റെ സന്തോഷം പോലെ നഷ്ടപ്പെട്ടു പോയി കുട്ടി തിരികെ അമ്മയെ കാണുമ്പോ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നത് പോലെയുള്ള അത്രയും സന്തോഷം. അതാണ് എനിക്ക് തോന്നുന്നത്. നദി കടലിലേക്ക് ചേരുമ്പോഴുള്ള സന്തോഷമില്ലേ, അത്രയും സന്തോഷം തോന്നുക. എന്തുകൊണ്ട് എനിക്ക് ഇത്രയും സന്തോഷം തോന്നുന്നത്? എന്റെ എല്ലാ സംശയങ്ങൾക്കും അങ്ങ് ഉത്തരം തന്നു മഹാദേവ. പക്ഷേ എന്റെ വയറ്റിലുണ്ടായിരുന്ന നാഗമാണിക്യം അവളുടെ വയറ്റിൽ എങ്ങനെ എത്തി എന്നുള്ളതിന് മാത്രം എനിക്ക് ഉത്തരം കിട്ടിയില്ല. എന്റെ വയറ്റിലുണ്ടായിരുന്ന നാഗമാണിക്യം എന്റെ ജീവൻ രക്ഷിച്ചു. പക്ഷെ എനിക്ക് വേണ്ടി അവൾ ജീവത്യാഗം ചെയ്യേണ്ടി വന്നു. പക്ഷെ ആ നാഗമാണിക്യം എന്തുകൊണ്ടാണ് അവളുടെ ജീവൻ രക്ഷിക്കാഞ്ഞത് മഹാദേവ? എന്തുകൊണ്ടാണ് അത് ചിതയിൽ എരിഞ്ഞു പോയത്? അതിന്റെ കാരണം എന്താ? എനിക്ക് ഉത്തരം വേണം മഹാദേവ. എന്റെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി തന്നിട്ടും ഈ ഒരു ചോദ്യത്തിന് മാത്രം എന്തുകൊണ്ടാണ് എനിക്ക് മറുപടി കിട്ടാത്തത്? എല്ലാത്തിനുമുള്ള സമയം വന്നു ചേരുമെന്നാണോ? നാഗലോകത്ത് നിന്നും ഈ ഭൂമിയിലേക്ക് എന്റെ ആദിശേഷന് വേണ്ടിയാണ് ഞാൻ വന്നത്. അവന് പഴയതൊന്നും ഓർമ്മയില്ലാത്തത് കൊണ്ട് തന്നെ അതെല്ലാം തിരികെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇപ്പൊ അവനെ തന്നെ കാണാനില്ല. എവിടെയാണ് എന്റെ ആദിശേഷ? നീ മഹാദേവ, എന്റെ ആദിശേഷനെ നീ എനിക്ക് തിരികെ തരില്ലേ? The coffee. അമ്മേ, കോഫി വളരെ നന്നായിട്ടുണ്ട്. എന്റെ അമ്മ ഇടുന്ന പോലെ. അമ്മേ, നിങ്ങൾക്ക് നിങ്ങളുടെ മോനെ ഓർമ്മ വരാറുണ്ടോ? ഒരു പെറ്റമ്മയ്ക്ക് തന്റെ മകനെ ഓർക്കാതിരിക്കാൻ പറ്റുമോ? അവൻ വരാൻ വേണ്ടി കാത്തിരിക്കാൻ ഞാൻ.
ഒട്ടും വിഷമിക്കേണ്ട. അവൻ പെട്ടെന്ന് തന്നെ തിരികെ വരും. ഞാനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് അത് തന്നെ മോനെ.